FCRA വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ചട്ടങ്ങളിൽ പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭേദഗതി പ്രകാരം ഇനി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് മതപരിവർത്തനം അതുപോലെ തന്നെ വിദേശ പൗരന്മാർക്ക് എല്ലാം ഒരു നിയന്ത്രണമാണ് വരുന്നത്. അപ്പോ ഇതിലൂടെ ഇനി കേരളത്തിലെ ബിഷപ്പുമാരും പെന്തകളും ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അവർ ബഹളം നടത്തും, അവർ സമരം നടത്തും. BJP-നെ കുറെ ചീത്ത പറയും, നരേന്ദ്രമോദിനെ കുറെ ചീത്ത പറയും, പിന്നെ അമിത്ഷായെ കുറെ ചീത്ത പറയും. പിന്നെ അവർ അന്താരാഷ്ട്ര വേദികളിലെല്ലാം പോയി കഴിഞ്ഞിട്ട് പറയും ഇന്ത്യയില് എന്താ പറയണേ, മൗലിക സ്വാതന്ത്ര്യമില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതെല്ലാം ലംഘിക്കപ്പെടുകയാണ് ഇന്ത്യയിൽ, നഗ്നമായ മൗലിക സ്വാതന്ത്ര്യ ലംഘനമാണ് നടക്കണേന്ന് പറഞ്ഞ് പരത്തും. അവർക്കൊരു വലിയ ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ. 4-5 വെബ്സൈറ്റ് വഴി ന്യൂസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ എത്തും. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് പോർട്ടൽസ് ഉണ്ട്. ആ പോർട്ടൽസ് വഴി അവർ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ BBC, CNN ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ വഴി അവര് ഇന്ത്യക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തും. അവര് അതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായിരിക്കും ഉണ്ടാവാൻ പോണത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ബിഷപ്പ് ഉണ്ടല്ലോ, റബ്ബർ കച്ചവടം നടത്തുന്ന, കൃഷി റബ്ബർ കൃഷി നടത്തുന്ന പാമ്പ്ളാനി എന്ന് പറഞ്ഞ. അപ്പൊ അയാളൊക്കെ ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. പിന്നെ ഒരു മാർക്ക് ക്ലിമ്മിസ് ഉണ്ട്, മലങ്കര സഭയുടെ ഹെഡാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ. അയാളും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. ന്യൂനപക്ഷത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പുറത്താണ് ഇവര് കത്തി വെച്ചേക്കണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് അമെൻഡ് ചെയ്യണേ എന്നുള്ളത് അതിനെ പറ്റിയിട്ട് ഇവര് മിണ്ടൂല. കാരണം ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് മതപരിവർത്തനവും അതേപോലെ തീവ്രവാദ പ്രവർത്തനവും നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണവരത്. അപ്പൊ അതിപ്പോ അതെനിക്കറിയില്ലേ, കുറച്ചു ദിവസം മുമ്പ് 6 പേരെ എങ്ങാണ്ട് ഒരു ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തിമോത്തി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സംഘടന ഇന്ത്യയിലേക്ക് എപ്പോഴും 95 കോടി 100 കോടിയൊക്കെ ആയിട്ട് പൈസ കൊണ്ടുവരുന്നുണ്ട്. വിദേശ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലെ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂർ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ. ഇപ്പൊ ഇവർ ഓരോ തവണ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമത്തെ സർക്കമെന്റ് ചെയ്തുകൊണ്ട് പുതിയ തരത്തിൽ പൈസ കൊണ്ടുവരാനും പുതിയ തരത്തിൽ മതപരിവർത്തനം നടത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് തടയാന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് മുഴുവൻ. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അതുപോലെ ഒറീസയിലൊക്കെ ഇവരിങ്ങനെ വിദേശ പണം ഇങ്ങനെ ഒഴുക്കുകയാണ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടും മാവോയിസ്റ്റുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാവോയിസ്റ്റുകൾക്ക് ആയുധം നൽകണ മുഴുവൻ ഇവരാണ്, ഇവരുടെ നേതൃത്വത്തിലാണ് ആയുധം നൽകണേ. ഇവർക്ക് ഇതുണ്ടല്ലോ, ഈ ആയുധ ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ ക്രിസ്ത്യൻ സംഘടനകൾക്ക്. അവര് ഈ ഈ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് അവർക്ക് അഡ്വാൻസ്ഡ് ആയുധങ്ങൾ, റൈഫിളും പിന്നെ അങ്ങനെയുള്ള മിസൈൽ ലോഞ്ചേഴ്സ് ഒക്കെ മേടിച്ചു കൊടുക്കണേ അവർക്ക്. അപ്പൊ ഈ വിദേശ ഫണ്ട് സ്വീകരിക്കണേല് നമ്മൾ ഇവിടെ ഇത് ഇത്ര വലിയ വിപ്ലവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ തൊട്ട അയൽരാഷ്ട്രമായ ചൈനയില് വിദേശ ഫണ്ട് സ്വീകരിക്കാനായിട്ട് നിരോധമുണ്ട്. ഒരു സംഘടനയ്ക്കും അവിടെ വിദേശ ഫണ്ടെന്നും പറഞ്ഞ് അയക്കാൻ പറ്റൂല. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന് ആർക്കും അവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ ഞാനിപ്പോഴും മറന്നു പോണ ഒരു ഓർഗനൈസേഷന്റെ പേരുണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ. നമ്മുടെ ഒരു പ്രേക്ഷകൻ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട പ്രേക്ഷകൻ എഴുതി അയച്ച പേരാണ്. ഞാൻ ആംനസ്റ്റി എന്ന് പറയാൻ മറന്നുപോയി. അമിറ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു. ഇറ്റ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അപ്പൊ ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന് ചൈനയിൽ കയറാൻ പറ്റൂല. ചൈനയിൽ കയറി അപ്പൊ അവർ വെടിവെച്ചൂല ആംനസ്റ്റി പ്രവർത്തകരെ. ഇവിടെ വന്നിട്ട് അവർ എന്തൊക്കെ പോകരുത്തരാ കാണിക്കണ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടായേക, അതിനെതിരെ സമരം. മറ്റേ അണകെട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉണ്ടാക്കുക, അതിനെതിരെ സമരം. തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാക്കിയ അതിനെതിരെ സമരം. ഇങ്ങനെ അവര് പിന്നെ അതുപോലെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെ ഗവൺമെന്റ് നടപടിയെടുത്ത് അതിനായിട്ട് സമരം ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം IT ഇൻഡസ്ട്രിയും പിന്നെ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഒന്നും അല്ല യഥാർത്ഥത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അതൊരു വ്യവസായമാണ്, NGO ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സുഹൃത്ത് രാധാരാജനും കൃഷൻ കാക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും കൂടി ചേർന്ന ഒരു പുസ്തകം 2006 എഴുതിയിരുന്ന NGOs, ആക്ടിവിറ്റ്സ് ആൻഡ് ഫോറിൻ ഫണ്ട്സ്
ആന്റി നേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം 2006 പബ്ലിഷ് ചെയ്തു. ഇപ്പൊ അത് മാർക്കറ്റിൽ കിട്ടുമോന്നറിയില്ല. ഈ പുസ്തകം ആൾക്കാർ ഇവര് തന്നെ ഫോറിൻ ഏജൻസി തന്നെ മേടിച്ചുകൊണ്ടുപോയി കത്തിച്ചു എന്നാണ് പറയണത്. എനിക്കത് അന്ന് പബ്ലിഷ് ചെയ്തപ്പോൾ വായിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അതിനകത്ത് എഴുതുന്ന മുഴുവൻ. ഈ നമുക്കിപ്പോ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ നമുക്ക് കിട്ടുമെന്ന് വെച്ചോളൂ വിദേശത്തുനിന്ന്. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറയണതാണ്. 10 ലക്ഷം ഒന്നും അല്ല, അവർ 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെയാണ് ഓരോ തവണ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വരുന്ന പൈസയുടെ 50% 60% ഇതിന്റെ എന്താ പറയുന്ന ശമ്പളം, അതുപോലെ ഓഫീസ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയെടുക്കണം. പിന്നെ ബാക്കി ഒരു 20% എന്റർടൈൻമെന്റ് അതുമായിട്ടൊക്കെ എഴുതി കളയും. 20% പോലും ടാർഗറ്റിന് എത്തുള്ളൂ. ഇത് കൊണ്ടുവരുന്ന എന്തിനാണ്? പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, പാവപ്പെട്ടവർക്ക് ഗോതമ്പ് പൊടിയും പാലും കൊടുക്കാനായിട്ട്, പാവപ്പെട്ടവർക്ക് മൈദ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ കൊണ്ടുവരുന്ന പൈസയുടെ 60% 70% വരെ ഇവര് ശമ്പളമായിട്ട് എഴുതി ഇത് ഓർഗനൈസേഷൻ നടത്തുന്നതിന്റെ എക്സ്പെൻസസ് ആയിട്ട് എഴുതിത്തോളാം. അപ്പൊ ഇതൊരു വലിയ ബിസിനസ്സായത്, വലിയ ബിസിനസ്. അപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണെന്ന് അറിയാമോ? ഇത് ഇത്തിരി തൊലിക്കെട്ടിട്ടുണ്ടെങ്കിൽ മതി, നമുക്ക് നടത്താൻ വേണമെങ്കിൽ ഭയങ്കര പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഇതിൽ ഈ അമെന്റ്മെന്റില് പുതിയതായിട്ട് വന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ നോക്കുകയാണെങ്കിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കർശനമാക്കുന്ന രീതിയാണ്. ഇതില് മതപരിവർത്തനം പാടില്ല, അതുപോലെ തന്നെ വിദേശ പൗരന്മാർക്ക് കർശന നിയന്ത്രണമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശ പൗരന്മാർ സംഘടനകളുടെ പ്രധാന ഭാരവാഹികളാകുന്നുണ്ടെങ്കിൽ അത്തരം സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള രജിസ്ട്രേഷനോ മുൻകൂർ അനുമതിയോ ഒന്നും സാധാരണഗതിയിൽ ഇനി നൽകില്ല. എന്നാൽ ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിൽ ഇളവുകളൊക്കെ നൽകാം. പിന്നെ അതുപോലെ തന്നെ പഴയ സംഘടനകൾക്കും ഇത് ബാധകമാണെന്ന് പറയുന്നുണ്ട്. പ്രവർത്തനരഹിതമായ സംഘടനകളെ ഒഴിവാക്കാനുള്ള നിയമം, ഫണ്ട് വിതരണത്തിലെ നിയന്ത്രണം, അതുപോലെ തന്നെ ഇനി പ്രധാന നിബന്ധനകളൊക്കെ ഈ ഒരു പുതിയ അമെന്റ്മെന്റിൽ പറയുന്നുണ്ട്. ഇത് എല്ലാ രാജ്യത്തും ബാധകമാണ് ഇതൊക്കെ. ഈ എന്താ എവിടെയൊക്കെ വിദേശ ഫണ്ട് ഒഴുകുന്നുണ്ടോ അവിടെയൊക്കെ ഈ നിയമങ്ങൾ ഉണ്ടാവണം. അതില്ലാത്ത അങ്ങനെ നിയമങ്ങളില്ലാത്ത രാജ്യങ്ങളിലാണ് അവർ അരാജകത്വം സൃഷ്ടിക്കുന്നത്. ഏതായാലും ഇന്ത്യയോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ വത്തിക്കാനിൽ നിന്നും CIA നിന്നും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ മതപരിവർത്തനത്തിന് വേണ്ടി ഫണ്ട് ഒഴുകുന്നത്. അവിടേക്ക് അവർക്ക് അവരുടേതായ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കാതെ അവർ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടി ഫണ്ട് ഒഴുക്കുകയാണത്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു രാജ്യത്തും ഇതേപോലെ മതപരിവർത്തനം നടത്താൻ സ്വാതന്ത്ര്യമില്ല. മതം പ്രചരിപ്പിക്കാം, മതത്തിൽ വിശ്വസിക്കാം, എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, എനിക്ക് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം, അതൊക്കെയുണ്ട്. We can profess, we can what is called we can practice, but you cannot proselytize, you cannot മതപരിവർത്തനം എന്ന് പറയും, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ പാടില്ല. അത് എല്ലായിടത്തും ഉള്ള ഒരു നിയമമാണ്. ഈ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ബ്രിട്ടനില് മുസ്ലിങ്ങളോട് ഇപ്പൊ പ്രത്യേകിച്ച് ദേഷ്യം വരുന്നത്. ബ്രിട്ടൻ ഒരു ക്രിസ്ത്യൻ രാജ്യമാണല്ലോ. അവരെന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഈ പാകിസ്ഥാനിൽ നിന്ന് പോയിട്ടുള്ള തീവ്രവാദികൾ പോയിട്ട് അവര് അവിടുത്തെ വനിതകളെയും പെൺകുട്ടികളെയൊക്കെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു. എങ്ങനെ? ബൈ ഫോഴ്സ്, ബൈ കൊയർഷൻ, ബൈ ബ്ലാക്ക് മെയിലിംഗ്. അതൊക്കെ പാടില്ല എന്നുള്ളത് അവിടുത്തെ നിയമത്തിലുണ്ട്. ഇവിടെ പക്ഷെ ആ നിയമം ഇപ്പൊ അടുത്ത കാലത്താണ് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും പിന്നെ അതേപോലെ എന്താ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശില് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് മതം പിന്തുടരാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ത്രട്ടൻ ചെയ്യുക, അതല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ബലം പ്രയോഗിച്ച് മതം മാറ്റുക, അതിന് ഞങ്ങൾ എതിരാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇവരെ എതിർക്കണ എന്തിനാണ്? അപ്പൊ ഇവരത് ചെയ്യാറുണ്ടെന്നുള്ളതല്ലേ അർത്ഥം. ഈ പല ബിഷപ്പുമാരുടെയും പള്ളിയിലച്ചന്മാരുടെയും മോന്ത കണ്ടാ അറിയാം കള്ളന്മാരാന്ന്. അവന്മാർ ഈ പരിപാടിയായിട്ട് നടക്കുക എല്ലായിടത്തും. ഉത്തരേന്ത്യയിലേക്ക് മുഴുവൻ ഇതല്ലേ നടക്കണേ. ഇപ്പൊ ഇവര് പിടിച്ച പൈസ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തിമോത്തി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സംഘടനേനെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അക്കൗണ്ട് ഒക്കെ പിടിച്ചെടുത്ത് അവർ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ.
അവരെന്താ ചെയ്യണം? അവര് ഫണ്ട് കൊണ്ടുവന്നിട്ട് ഈ തീവ്രവാദികൾക്ക് പൈസ കൊടുക്കും, മാവോയിസ്റ്റുകൾക്ക്. ആരൊക്കെയാണോ മതപരിവർത്തനത്തിന് എതിരായിട്ട് നിൽക്കണം അവരെയൊക്കെ കൊല്ലാനായിട്ട്. അവർക്ക് എല്ലാ ഗ്രാമങ്ങളിലും ഓരോ പള്ളി സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോ കോയമ്പത്തൂരില് മാരിയമ്മൻ കോവിലിന് തൊട്ടടുത്തൊരു ഭയങ്കരൻ പള്ളി പണിയായിരുന്നു. ആ പള്ളി പണിയരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് അൾട്ടിമേറ്റ് ഇന്റൻഷനോടുകൂടിയാണ്, ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ പള്ളി പണിയണം. കാരണം 4 കുടുംബങ്ങളൊക്കെ ഉള്ളു അവിടെ, അവർക്ക് വേണ്ടിയിട്ടൊരു പള്ളി പണിയേ, ഇതെന്താ ഇത് എന്ന് ചോദിച്ചിട്ടാണ് അവര് ആ പള്ളി പണി നിർത്താനായിട്ട് ഉത്തരവിട്ടത് കോടതി. അപ്പൊ ഇവർക്ക് നമ്മള് 24 മണിക്കൂർ നമ്മുടെ ഇന്ത്യൻ സൈനികര് അതിർത്തി സംരക്ഷിക്കുന്നുണ്ട്, നമ്മുടെ നാവികര് ഇന്ത്യയുടെ നാവിക അതിർത്തി സംരക്ഷിക്കുന്നുണ്ട്, വ്യോമാതിർത്തി സംരക്ഷിക്കാൻ നമ്മുടെ വ്യോമസേനക്കാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ സബ്വേർഷനാണ്, സാംസ്കാരിക അട്ടിമറി അല്ലെങ്കിൽ സാംസ്കാരിക വിധ്വംസക പ്രവർത്തനമാണ്. അത് തടയാനായിട്ട് നമ്മൾ ആഭ്യന്തര തലത്തിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടും അതുപോലെയുള്ള നിബന്ധനകളൊക്കെ വെച്ചിരിക്കുന്നത്. NGOയുടെ ജോലിയാണോ കൂടംകുളത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ സമരം ചെയ്യണേ? അതല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് അതിനെതിരെ സമരം ചെയ്യണ NGOകളുടെ ജോലിയാണോ? ഈ NGOകളിൽ തന്നെ 90% ക്രിസ്ത്യാനികളുടെ സംഘടനയാണ്, ക്രൈസ്തവ സഭകളുടെ സംഘടനയാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല, പാവങ്ങളെന്ന് വിചാരിക്കും. OM എന്ന് പറഞ്ഞ ഓം ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഭഗവാനെ അനുകൂലിച്ചിട്ടുള്ള ഇതാന്ന്. അതിന്റെ യഥാർത്ഥ പേരെന്താ? ഓമിന്റെ ഓപ്പറേഷൻ മൊബിലൈസേഷൻ. ഇപ്പൊ അതുപോലെയാണ് തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിന്റെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. ഇവര് പറയുന്നത് ഞങ്ങൾ 2% ഉള്ളൂ, ഞങ്ങൾ 3% ഉള്ളൂ, ഞങ്ങൾ ഒന്നും ചെയ്യണില്ല എന്ന് പറയും. നല്ല കാര്യം. അവര് എന്താ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയും. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ ആദരിക്കുമ്പോ ക്രിസ്തു മതം ഫോളോ ചെയ്യാം, പള്ളിയിൽ പോകാനില്ല. പക്ഷെ ഗസറ്റഡ് ഗവൺമെന്റിന്റെ ഗസറ്റിലെ പേര് പബ്ലിഷ് ചെയ്യേണ്ട, ഒരിടത്തും പേര് പറയേണ്ട ആവശ്യമില്ല. പള്ളിയിൽ വന്ന് പള്ളിയിൽ അച്ഛന്മാര് പറയണ പോലെ വോട്ട് ചെയ്യണം, ഓരോ കാര്യത്തിലും നമ്മൾ അവര് പറയണതിനൊപ്പം നിൽക്കണം, അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് മതപരിവർത്തനം നടത്തണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, പേര് പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പുതിയ പേരെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം, എന്ന് തൊട്ടാണെന്നുള്ള കാര്യം അത് കൊടുക്കണം. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ അങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മളെ മതം മാറിയെന്ന് ഗസറ്റ് വഴി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല, ഇതൊക്കെ നഷ്ടമാവും. അത് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ കുരിശ് വരച്ചാൽ മതി, വീട്ടിൽ കൊണ്ടേ കുരിശ് വെക്കണം, വീടിനടുത്തൊരു പള്ളിയും പണിയണം. ഇതാണ് ഡിമാൻഡ് അവരുടെ. അപ്പൊ ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വളരെ ശക്തിയായി തന്നെ നടപ്പിലാക്കണം, അമെൻഡ് ചെയ്യണം. കാരണം ഈ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ലേ, ഡിമോണിറ്റൈസേഷൻ രൂപ 500 രൂപയുടെ 1000 രൂപയുടെ കറൻസി നോട്ടുകൾ പിൻവലിച്ചു കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഒരു കോക്കസ് ഉണ്ട്, അവര് അതിനെ സർക്കമെന്റ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. അന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 24 മണിക്കൂറാണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ മന്ത്രാലയം 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഇവരുടെ പുതിയ പാറ്റേൺ. എന്നിട്ട് ആ പാറ്റേൺ തടയാനായിട്ട് പുതിയ നിയമം കൊണ്ടുവരും. ഇവര് ഈ പുസ്തകങ്ങൾ വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മതപരിവർത്തനം എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു. അത് അതിന്റെ സീക്രട്ട് ഏജൻസിന് മാത്രമേ കൊടുക്കുള്ളൂ. ഒരു 9 വോളിയോ 10 വോളിയോ ഉണ്ട്. പിന്നെ വേറൊന്നുള്ളത്, പല സംഘടനകളും ഒരിക്കൽ രജിസ്റ്റർ ചെയ്യും, പിന്നെ മിണ്ടൂല അവർക്ക്. കാരണം ഗവൺമെന്റ് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു അക്ഷരം മിണ്ടാണ്ടിരിക്കും. അത് ഓപ്പറേഷൻ നടത്തും അവര്. അപ്പൊ അത് പറ്റൂല. എല്ലാ വർഷവും ആ ഗവൺമെന്റ് അവർക്ക് കിട്ടുന്ന പൈസ എത്രയാണ്, അതെങ്ങനെ ചെലവഴിച്ചു, എന്തൊക്കെ ആവശ്യത്തിനാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇവര് പൈസ വരുത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഗോതമ്പ് പൊടിയും പാലും മേടിച്ചു കൊടുക്കാനും എന്നും പറഞ്ഞുകൊണ്ടാണ് മേടിച്ചു കൊടുക്കുന്നത്. എത്ര പേർക്ക് ഗോതമ്പ് പൊടി കൊടുത്തിട്ടുണ്ട്, എത്ര പേർക്ക് മൈദ കൊടുത്തിട്ടുണ്ട്, എത്ര പേർക്ക് പാല് കൊടുത്തിട്ടുണ്ട്, അതിനെ കണക്കൊന്നുമില്ല. അത് കള്ളത്തരം മാത്രമേ പറയുള്ളൂ അവര്. അത് ഗവൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ പാറ്റകൾ എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ ഇറങ്ങി നടക്കണില്ലേ സമരം നടത്താനായിട്ട്? ഇവർക്കൊക്കെ ഫണ്ട് എവിടുന്ന പിന്നെ വിദേശത്ത് നിന്നല്ലേ? സംശയമുണ്ടോ കാര്യത്തില്? നമ്മുടെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അരവിന്ദ് കേജ്രിവാളിന് പൈസ കിട്ടിക്കൊണ്ടിരുന്ന മുഴുവൻ വിദേശത്ത് നിന്നല്ലേ? ഫോർഡ് ഫൗണ്ടേഷനോ
അവരൊക്കെയല്ലേ അയാളെ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ കണ്ടറിയാം. TV ചാനലിൽ ഡിസ്കഷൻ വരുമ്പോൾ നല്ല വെളുത്ത സുമുഖന്മാരായിട്ട് നല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർ ശരീരം അനങ്ങി ജോലി എടുത്തിട്ടുണ്ടാവില്ല. ഈ NGOയും കൊണ്ട് നടക്കണം. NGOയുടെ കെയർ ഓഫിൽ കിട്ടുന്ന പൈസയും വെച്ച് സുഖമായിട്ട് കഴിയുന്നവർ. അത്രയാണ്. തീർച്ചയായും സർ.